Hi my dears, today we are going to discuss our next topic from method of characterization TEM, that is transmission electron microscope, and also we will discuss AFM in this video. In the last video you all remember we discussed about SEM, scanning electron microscope. So let us discuss what is TEM, transmission electron microscope. A microscope is an instrument used to form enlarged images. Microscope consists of an illumination source, a condenser lens to converge the beam onto sample, an objective lens to magnify the image, and a projector lens to project the image onto an image plane which can be photographed or stored. In electron microscope, the wave nature of the electron is used to obtain an image. There are two important forms of electron microscopy, namely SEM and TEM. Both these utilize electrons as a source for illuminating the sample. So we all know microscope is an instrument we are using to give to form an enlarged image. നമുക്ക് ഒരു ചെറിയ സാധനത്തിനെ വലുതായി കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു സോഴ്സ്, ഇലുമിനേഷൻ സോഴ്സ് ഉണ്ടാവും. ദെൻ ഇവിടെ 3 ലെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 ലെൻസ് ഉണ്ടാവും എന്നാണ് പറയണേ. ഫസ്റ്റ് വൺ ഈസ് കണ്ടൻസർ ലെൻസ്, സെക്കൻഡ് വൺ ഒബ്ജക്റ്റീവ് ലെൻസ്, തേർഡ് വൺ പ്രൊജക്ടർ ലെൻസ്. കണ്ടൻസർ ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് പ്രൊജക്ടർ ലെൻസ്. കണ്ടൻസർ ലെൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുക? വരുന്ന ഇലക്ട്രോൺ ബീമിനെ സാമ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യിപ്പിക്കുകയാണ് കണ്ടൻസർ ലെൻസിൻ്റെ ഡ്യൂട്ടി. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താ ചെയ്യുക? ആ ഇമേജിനെ മാഗ്നിഫൈ ചെയ്യാനാണ് ഒബ്ജക്റ്റീവ് ലെൻസ് യൂസ് ചെയ്യുന്നത്. പ്രൊജക്ടർ ലെൻസ് എന്താ ചെയ്യുക? ഈ കിട്ടിയ ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്ത് വേറൊരു ഇമേജ് പ്ലെയിനിൽ കാണിക്കാനാണ് പ്രൊജക്ടർ ലെൻസ് യൂസ് ചെയ്യുക. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ്. In the last class we have discussed this electron microscope, right? ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഇമേജ് കിട്ടാൻ വേണ്ടി ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഫോംസാണ് ഉള്ളത്. ഒന്ന് SEM ആൻഡ് TEM. ഈ രണ്ടെണ്ണവും ഇലക്ട്രോൺസിനെയാണ് സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. TEM is a powerful tool for material science. A high energy beam of electrons is shown through a very thin sample, and the interaction between these electrons and atoms can be used to observe features such as the crystal structures like dislocations and grain boundaries. The TEM operates on the same basic principle as light microscope but uses electrons instead of light. Because the wavelength of the electron is much smaller than that of light, optimal resolution attainable for the TEM image is many orders of magnitude better than that from a light microscope. Thus, finest detail can be obtained. ടെമ്മിൽ എന്താ ചെയ്യുന്നത്? ഹൈ എനർജി ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാമ്പിളിലൂടെ ഹൈ എനർജി ഇലക്ട്രോൺസിനെ പാസ് ചെയ്യും. അപ്പോൾ ഇൻ്ററാക്ഷൻ സംഭവിക്കും. ആര് തമ്മിൽ? ഈ ഹൈ എനർജി സോഴ്സസായ ഇലക്ട്രോൺസും നമ്മുടെ സാമ്പിളിലെ ആറ്റംസും തമ്മിൽ ഇൻ്ററാക്ഷൻ സംഭവിക്കും. അവരുടെ ഇൻ്ററാക്ഷൻ കാരണം നമുക്ക് ആ ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കതിൽ നിന്ന് കിട്ടും. ലൈക്ക് ഡിസ്ലൊക്കേഷൻ, ഗ്രെയിൻ ബൗണ്ടറീസ്. അങ്ങനെ നമ്മൾ ഹൈ എനർജി ഇലക്ട്രോൺസിനെ സാമ്പിളിലോട്ട് കടത്തി വിടുമ്പോൾ ആ ഇലക്ട്രോൺസും സാമ്പിൾ ആറ്റവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ കാരണമാണ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടുന്നത്. ദെൻ ടെമ്മിലെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ തന്നെയാണ്, ബട്ട് ലൈറ്റിന് പകരം നമ്മളുടെ ഇലക്ട്രോൺസിനെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോൺസിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വേവ് ലെങ്തിനേക്കാൾ ഒരുപാട് കുറവാണ്. സോ ഒപ്റ്റിമൽ റെസൊല്യൂഷനിലുള്ള ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ ഒപ്റ്റിമൽ റെസൊല്യൂഷൻ ഇതിന്ന് കിട്ടുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നിന്ന് കിട്ടുന്ന ഒപ്റ്റിമൽ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഈ ഇമേജൊക്കെ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ബെറ്ററാണ് എന്നാണ് പറയുന്നത്. ദെൻ ഫൈനസ്റ്റ് ഡീറ്റെയിൽസ് of the sample can be obtained. Then TEM gives information about topography, morphology, composition and crystallographic information. Topography means surface features. Morphology means the shape and size of the particles. Composition means the elements and compounds that the object is composed. Crystallographic information means how the atoms are arranged. Then let us discuss the principle of TEM. The source of electron, cathode, is a heated V-shaped tungsten filament or lanthanum hexaboride. The filament is surrounded by a control grid with a central aperture arranged on the axis of the column. The apex of the cathode is arranged above or below the aperture. The cathode and control grid are of negative potential and are insulated from the rest of the instrument. Anode, which takes the form of a disc with an axial hole. സോ ഇവിടെ ഇലക്ട്രോണിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കാഥോഡാണ്. ഇവിടുത്തെ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു വി ഷേപ്പിലുള്ള ടങ്സ്റ്റൻ ഫിലമെൻ്റ് ആണ്.
അല്ലെങ്കിൽ ഒരു ലെന്താനം ഹെക്സാബോറൈഡ്. ടങ്സ്റ്റൺ ഫിലമെൻറ്റോ ലെന്താനം ഹെക്സാബോറൈഡിൻ്റെയോ വി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഹീറ്റഡ് ആയിട്ടുള്ള കാഥോഡാണ് ഇവിടെ ഇലക്ട്രോണിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫിലമെൻറ്റിന് ചുറ്റും ഒരു കൺട്രോൾ ഗ്രിഡ് ഉണ്ട്, അതിന് ഒരു സെൻട്രൽ അപ്പേർച്ചർ ഉണ്ട്. ഈ കാഥോഡിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത് അപ്പേർച്ചറിൻ്റെ എബോ ഓർ ബിലോ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ കാഥോഡും കൺട്രോൾ ഗ്രിഡും നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. ആനോഡ് ഇവിടെ ഡിസ്കിൻ്റെ ഫോമാണ് എടുക്കുന്നത്. Electrons are accelerated from the cathode to anode, and the emergent electron beam is focused by objective lens into the specimen, which is carried in a small holder, and the objective lens of shorter wavelength produce an intermediate image which is magnified by a projected lens, and the image is made to fall on a fluorescent screen. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞ അതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത് സാമ്പിളിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. ഈ ഹൈ എനർജി ഇലക്ട്രോൺസിനെ സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യും, ഒരു ഇൻ്റർമീഡിയറ്റ് ഇമേജ് ഫോം ചെയ്യും. അത് പ്രൊജക്ടർ ലെൻസ് വഴി നമുക്ക് മാഗ്നിഫൈ ചെയ്ത് കാണാം. ഈ ഇൻ്റർമീഡിയറ്റ് ഇമേജ് ഫോം ചെയ്യുന്നത് പ്രൊജക്ടർ ലെൻസാണ് മാഗ്നിഫൈ ചെയ്യുക. ഈ ഇമേജ് നമ്മൾ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലോട്ട് ഫോൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഇതാണ് ടെമ്മിൻ്റെ അപ്പാരറ്റസ്. ഇലക്ട്രോൺ ഗൺ ഉണ്ട്, ആനോഡ് ഉണ്ട്, സ്പെസിമൻ, കണ്ടൻസർ ലൈൻ, ഒബ്ജക്റ്റീവ് ലെൻസ്, ഇൻ്റർമീഡിയറ്റ് ലെൻസ്, പ്രൊജക്ടർ ലെൻസ്, ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ അങ്ങനെയൊക്കെ ഉണ്ട്. കമ്പയർ ദിസ് വിത്ത് ദാറ്റ് ഓഫ് സെം. ഞാൻ സെമ്മിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ സാമ്പിൾ ഏറ്റവും താഴെ തട്ടിലാണ് വെക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, സ്പെസിമൻ സെൻറ്ററിലാണ് വെക്കുന്നത്. ഇതൊരു ഗ്രേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സെം ആൻഡ് ടെം നമുക്ക് പറയാം. ദെൻ Ernst Ruska is a developer of TEM, and TEM of gold nanoparticles can be seen in this figure. So advantages of TEM: there is high resolution and magnification, detailed image is obtained, all informations about elements and compounds are obtained in TEM. Then disadvantages: it is expensive, images are black and white, samples are limited to those that are electron transparent, size of the instrument is very large, and tricky sample preparation is used. These are the advantages and disadvantages of TEM. Now let us discuss next one, atomic force microscope, that is AFM, atomic force microscope. An atomic force microscope is a nanoscale surface topography technique which can be effectively used to map the surface of insulating, semiconducting and metallic samples. So AFM എന്ന് പറഞ്ഞാൽ ഒരു നാനോസ്കെയിൽ സർഫസ് ടോപ്പോഗ്രഫി ടെക്നിക്കാണ്. നാനോസ്കെയിൽ സർഫസ് ടോപ്പോഗ്രഫി ടെക്നിക്ക് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻസുലേറ്റിംഗ്, സെമി കണ്ടക്റ്റിംഗ്, മെറ്റാലിക് സാമ്പിൾസ് ഉണ്ടാവുമല്ലോ, അവരുടെ സർഫസിൻ്റെ ഫീച്ചേഴ്സ് നാനോ സ്കെയിലിലുള്ളത് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ് അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. It is a nanoscale surface topography technique which is used to map the surface of insulating, semiconducting and metallic samples. History: AFM was invented by G. Binning and H. Rohrer in 1981, and the first commercially available atomic force microscope was introduced in 1989, and 1986 he got Nobel Prize. Applications: general application, materials investigated. So materials investigated through AFM അത് ഏതൊക്കെയാണെന്ന് നോക്കാം. തിൻ ആൻഡ് തിക്ക് ഫിലിം കോട്ടിങ്സ്, സെറാമിക്സ്, കമ്പോസിറ്റ്സ്, ഗ്ലാസസ്, സിന്തറ്റിക് ആൻഡ് ബയോളജിക്കൽ മെംബ്രെയിൻസ്, മെറ്റൽസ്, പോളിമേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് AFM വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദിസ് AFM is used to study the phenomenon of abrasion, corrosion, etching, lubricating, friction, plating and polishing. Then AFM can image surface of material in atomic resolution and also measure the force at nano-Newton scale. These are the general applications of AFM. Let us discuss the principle. AFM consists of a cantilever with a sharp tip at its end that is used to scan the specimen surface. The cantilever is typically silicon or silicon nitride with a tip radius of curvature on the order of nanometers. When the tip is brought into proximity of the surface sample, forces between the tip and the sample lead to deflection of the cantilever according to Hooke's law, and depending on situation, forces that are measured in AFM include mechanical, contact force, van der Waals force, capillary force, etc. സോ AFM എന്ന് പറയുന്നത് AFMൽ മെയിനായിട്ട് കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു കാൻഡിലിവർ ഉണ്ട്. ഇൻ ഫിസിക്സ് യു മേ ഡിസ്കസ്ഡ് അബൌട്ട് കാൻഡിലിവർ ആൻഡ് ഓൾ റൈറ്റ്.
സോ AFMൽ ഒരു ക്യാൻഡിലിവർ ഉണ്ട്. ആ ക്യാൻഡിലിവറിൻ്റെ അടുത്തൊരു ഷാർപ്പ് ടിപ്പ് ഉണ്ട് അതിൻ്റെ എൻഡിൽ. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫൈനെ സ്കാൻ ചെയ്യുന്നത്. ദെൻ ആ ക്യാൻഡിലിവർ ടിപ്പിക്കലി സിലിക്കൺ ഓർ സിലിക്കൺ നൈട്രൈഡ് ആണ്. അതിൻ്റെ ടിപ്പ് റേഡിയസിൻ്റെ കർവേച്ചർ എന്ന് പറയുമ്പോൾ നാനോമീറ്ററിൻ്റെ ഓർഡറിലുള്ളതാണ്. ഈ ടിപ്പ് സാമ്പിളിൻ്റെ പ്രോക്സിമിറ്റി അടുത്ത് കൊണ്ടുവന്നാൽ ടിപ്പും സാമ്പിളും തമ്മിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് കാരണം ഡിഫ്ലക്ഷൻ സംഭവിക്കും. ടിപ്പിൻ്റെയും സാമ്പിളിൻ്റെയും ഫോഴ്സസ് രണ്ടും തമ്മിലുള്ള ഫോഴ്സ് കാരണം ഡിഫ്ലക്ഷൻ ക്യാൻഡിലിവറിന് സംഭവിക്കും. വിച്ച് ഈസ് അക്കോർഡിംഗ് ടു ഫോക്സ് ലോ. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ ഏതൊക്കെ ഫോഴ്സാണ് AFMൽ മെഷർ ചെയ്യുക? മെക്കാനിക്കൽ, കോണ്ടാക്ട് ഫോഴ്സ്, വാൻ ഡെർ വാൽസ് ഫോഴ്സ്, കാപ്പിലറി ഫോഴ്സ് എക്സെട്ര. AFM can be operated in number of modes depending on its application. 3 types ആയിട്ട് നമുക്ക് പറയാം. Contact mode, tapping mode, non-contact mode. Contact mode is also known as static mode. Tapping mode is also known as intermittent contact. So first of all, let us discuss contact mode. The tip is dragged across the surface of a sample and the contours of the surface are measured either using the deflection or more commonly using the feedback signal required to keep the cantilever at a constant position. Then ഇപ്പോൾ കോണ്ടാക്ട് മോഡിലെന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിലിവറിൻ്റെ ടിപ്പും സാമ്പിളിൻ്റെ സർഫസും കോണ്ടാക്റ്റിലായിരിക്കുന്നതാണ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ദെൻ ഈ ടിപ്പിനെ നമ്മൾ ആ സാമ്പിളിൻ്റെ സർഫസിൽ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇത് അറൈസസ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് സിഗ്നൽ. നമുക്ക് അങ്ങനെ അവർ അതിലൂടെ ടിപ്പിനെ നമ്മൾ ആ സർഫസിലൂടെ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ഡിഫ്ലക്ഷനും ഒരു ഫീഡ്ബാക്ക് സിഗ്നൽസൊക്കെ കിട്ടും. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കിട്ടും. ആ സിഗ്നൽ, ഈ ഫീഡ്ബാക്ക് സിഗ്നൽ യൂസ് ചെയ്തിട്ടായിരിക്കും ക്യാൻഡിലിവർ കോൺസ്റ്റൻറ്റ് പൊസിഷനിലോട്ട് തിരിച്ച് വരികയും ചെയ്യും. നമ്മൾ ടിപ്പ് സർഫസിലൂടെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും, ലൈക്ക് ഡിഫ്ലക്ഷൻ ആൻഡ് ഓൾ. അതൊക്കെ നമ്മൾ മെഷർ ചെയ്യും. ദെൻ ഫീഡ്ബാക്ക് സിഗ്നൽ നമുക്ക് കിട്ടും. ഈ ഫീഡ്ബാക്ക് സിഗ്നലാണ് ഈ പ്രോസസ്സിന് ശേഷം ക്യാൻഡിലിവറിനെ അതിൻ്റെ കോൺസ്റ്റൻറ്റ് പൊസിഷനിൽ കൊണ്ടെത്തിക്കുക. Then since the static signal is prone to noise and drift, low stiffness cantilevers are used to achieve a large reflection signal while keeping the interaction force low. ഈ സ്റ്റാറ്റിക് സിഗ്നൽ എന്ന് പറയുന്നത് കുറേ നോയ്സൊക്കെ കാരണം നമ്മൾ എന്താ ചെയ്യുക? ലോ സ്റ്റിഫ്നെസ് ആയിട്ടുള്ള ക്യാൻറ്റിലിവേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഈ ലോ സ്റ്റിഫ്നെസ് ഉള്ള ക്യാൻറ്റിലിവേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാർജ് റിഫ്ലക്ഷനൊക്കെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് മേക്കിംഗ് ദ ഫോഴ്സ് ഹൈ. Then, close to the surface of a sample, attractive forces can be quite strong, causing the tip to snap into the surface. This contact mode AFM is always done at the depth where the overall force is repulsive, that is firm contact with the solid surface. Then, നമ്മൾ ഈ ക്യാൻഡിലിവറിൻ്റെ ടിപ്പ് സർഫസിന് ക്ലോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ദെൻ പിന്നെ ഇത് ഈ AFM കൂടുതൽ കോണ്ടാക്ട് മോഡ് കൂടുതൽ അകത്തേക്ക് ഡെപ്തിലോട്ട് പോകുന്തോറും റിപ്പൾസീവ് ഫോഴ്സായിട്ട് മാറുന്ന പറയാം. സോ കോണ്ടാക്ട് മോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ടിപ്പും സാമ്പിളിലെ സർഫസും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരിക്കും. അതങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് പോകുമ്പോൾ ഡിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മെഷർ ചെയ്യും. അതിൻ്റെ ഫീഡ്ബാക്ക് സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടിപ്പിനെ തിരിച്ചതിൻ്റെ കോൺസ്റ്റൻറ്റ് പൊസിഷനിലേക്ക് ക്യാൻഡിലിവറിന് എത്തിക്കുക. ദെൻ ആദ്യം ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ടിപ്പ് കൂടുതലും ഡെപ്തിലോട്ട് പോകുന്തോറും റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ കൂടുതൽ. ദെൻ ടാപ്പിംഗ് മോഡ്. In tapping mode, the cantilever is vibrated or oscillated at a given frequency. When operating in tapping mode, the phase of the cantilever's oscillation with respect to the driving signal can be recorded, and the signal channel contains information about the energy dissipated by the cantilever in each oscillation cycle. Tapping mode എന്താണെന്ന് വെച്ചാൽ ക്യാൻഡിലിവറിനെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ നമ്മൾ വൈബ്രേറ്റ് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഈ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാൻഡിലിവറിൻ്റെ ഓസിലേഷനനുസരിച്ച് നമുക്കൊരു ഡ്രൈവിംഗ് സിഗ്നൽ കിട്ടും. ഈ സിഗ്നലിൽ നിന്നാണ് നമുക്കതിൻ്റെ ഏകദേശം എല്ലാ ഇൻഫോർമേഷനും കിട്ടുന്നത്, ലൈക്ക് എനർജി ഡിസിപ്പേഷൻ എക്സെട്ര. ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഒരു വേവ് ലെങ്ത് പെർട്ടിക്കുലർ വൈബ്രേഷനിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഗിവൺ ഫ്രീക്വൻസിയിൽ നമ്മളതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക, വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യിക്കും. അതിനനുസരിച്ചുള്ള നമുക്ക് ഡ്രൈവിംഗ് സിഗ്നൽ കിട്ടും. അതൊന്നും നമ്മൾ ഇൻഫർമേഷൻ എടുക്കും. Then sample that contain regions of varying stiffness or with different adhesion properties can give a contrast in this channel that is not visible in the topographic image. Extracting the sample's material properties in quantitative manner from phase images is not feasible. So, സാമ്പിളിൽ കുറേ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ചില ഭാഗത്ത് സ്റ്റിഫ്നെസ് ആയിരിക്കും, കുറച്ച് അഡഷൻ അങ്ങനെ ഒരു സാമ്പിൾ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഈ ഇമേജിൽ കിട്ടണമെന്നില്ല. ഇനി അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്
not feasible. The next one is non-contact mode. In non-contact AFM, the tip of the cantilever does not contact the sample surface. The cantilever is instead oscillated at either its resonant frequency or just above, where the amplitude of oscillation is typically a few nanometers down to a few picometers. The van der Waals or other long-range force act to decrease the resonance frequency of the cantilever, maintaining a constant oscillation amplitude or frequency. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നോൺ കോണ്ടാക്ട് മോഡ് നമുക്ക് എന്താ മനസ്സിലാവുക, കാൻഡിലിവറിൻ്റെ ടിപ്പും സാമ്പിളിൻ്റെ സർഫസും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ റെസണൻറ്റ് ഫ്രീക്വൻസി ഓർ കുറച്ചൊരു പെർട്ടിക്കുലർ ഫ്യൂ നാനോമീറ്റേഴ്സ് ആ റേഞ്ചിൽ, അതായത് തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു പെർട്ടിക്കുലർ റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ കാൻഡിലിവറിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സും വേറെ ലോങ് റേഞ്ച് ഫോഴ്സൊക്കെ എന്ത് ചെയ്യും, ഈ റെസണൻറ്റ് ഫ്രീക്വൻസിനെ കുറയ്ക്കാൻ ശ്രമിക്കും. എന്നിട്ട് കാൻഡിലിവറിന് ഒരു കോൺസ്റ്റൻറ്റ് ഓസിലേഷനിൽ ഓസിലേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുക്കും. Then measuring to tip to sample distance at each data point allows scanning software to construct a topographic image of the sample, and non-contact mode AFM does not suffer from tip or sample degradation effects that are sometimes observed after taking numerous scans with contact AFM. This makes it more preferable to contact AFM. സോ നമ്മൾ പറഞ്ഞു സാമ്പിളും കാൻഡിലിവറും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കാൻഡിലിവർ താനൊരു റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും. ദെൻ അവിടെയുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സ് അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഫോഴ്സ് ഈ റെസണൻറ്റ് ഫ്രീക്വൻസിനെ കുറച്ച് കാൻഡിലിവറിന് കോൺസ്റ്റൻറ്റ് ഓസിലേഷനിൽ ഓസിലേറ്റ് ചെയ്യാനുള്ള കണ്ടീഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഈ കാൻഡിലിവറിൻ്റെ ടിപ്പും സാമ്പിളും നമ്മുടെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ അനുസരിച്ച് നമുക്കൊരു ടോപ്പോഗ്രാഫിക് ഇമേജ് സാമ്പിളിനെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ രണ്ടും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് കാൻഡിലിവറിൻ്റെ ടിപ്പിന് പ്രത്യേകിച്ചുള്ള ഡാമേജ് ഒന്നും സംഭവിക്കില്ല വെൻ കമ്പയർഡ് ടു കോണ്ടാക്ട് AFM. കോണ്ടാക്ട് AFMൽ എന്താ നമ്മൾ നോക്കിയത്, ആ ടിപ്പ് സർഫസിലൂടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ടിപ്പിന് ചിലപ്പോൾ പലതും ഡിഗ്രഡേഷനൊക്കെ സംഭവിക്കാം. ഈ നോൺ കോണ്ടാക്ട് മോഡിൽ അത് സംഭവിക്കില്ല. സോ ദിസ് മേക്സ് മോർ പ്രിഫറബിൾ ടു നോൺ കോണ്ടാക്ട് മോഡ് ദാൻ ടു കോണ്ടാക്ട് മോഡ്. Advantages and disadvantages of AFM. Advantages: easy sample preparation, 3D imaging is obtained, works in vacuum, air and liquid, accurate height information is obtained, living system can be studied. And the disadvantages are limited vertical and magnification range, data is not independent of tip, limited scanning speed, and tip or sample can be damaged. So we have discussed about TEM and AFM. Hope you will understand the video. Thank you.